അദ്ദേഹത്തിന്റെ ചോദ്യം, യൂട്യൂബിന് എങ്ങനെയാണ് പൈസ കിട്ടുക, ഒരു സ്ഥിര വരുമാനത്തെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. യൂട്യൂബിൽ നിങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരും ഒന്നും തരാൻ പോകുന്നില്ല എന്ന സത്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഈ ചോദ്യം ചോദിച്ചാലൊന്നും ശ്രദ്ധിക്കണേ. അപ്പ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് പൈസ കിട്ടില്ല, കാണുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോകത്തെ ആർക്കും ഒരു ചാനൽ തുടങ്ങാവുള്ളൂ. ഒരു ഇമെയിൽ ID ഉണ്ടായാൽ മതി, എല്ലാവർക്കും ഉണ്ടാവുന്ന എഴുതുക. ആ ഇമെയിൽ ID വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇതില് ഇത്ര വാച്ചിങ് അവേഴ്സ് തരണം, അതിനുശേഷമേ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവുള്ളൂ. അല്ലാണ്ട് ഇന്ന് നിങ്ങൾ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്ന്, അപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോ ഇത്ര വാച്ചിങ് അവേഴ്സ്, ഇപ്പൊ 3000 ആണെങ്കിൽ 3000 മണിക്കൂർ കണ്ടതിന് ശേഷമാണ് ഇത് വരുന്നത്. പിന്നെ അതിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ള ഒരു കണക്ക്. 10,000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 10,000 പേര് വേണം. 5000 ആണെങ്കിൽ അത് ടൈം ബൈ ടൈം അവരുടെ പുതിയ നേതാക്കൾ വരും. 5000 സബ്സ്ക്രൈബേഴ്സ് 3000 മണിക്കൂർ മൊത്തം നിങ്ങളുടെ അപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ തുടക്കമൊന്നും കിട്ടുമൊന്നുമില്ല. കുറച്ച് കാലം ഈ ടൈം എടുത്തു കഴിഞ്ഞാൽ അത് മോണിറ്റൈസ് ചെയ്യാന്നാണ് പറയുക. ഈ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ഇതിനെ ലിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ ആരും പൈസ ഇടാൻ എങ്ങനെ തരുന്നൊരു പ്രശ്നമുണ്ട്. കാലിഫോർണിയയിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും അവർ ക്യാഷ് തരുന്നത് നമ്മുടെ പൈസ ആയിട്ടല്ല. പൈസ തന്നെയാണ് അവർ തരുന്നത്. എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ $ആയിട്ടാണ് കിട്ടുക. സപ്പോസ് മോണിറ്റൈസ് ചെയ്യപ്പെട്ടു, നിങ്ങൾ നല്ലൊരു വീഡിയോ ഇട്ടും സങ്കല്പിച്ചു. അപ്പൊ അതില് നിങ്ങൾക്ക് 100 രൂപയായി 200 രൂപയായി എന്ന് പറഞ്ഞിട്ടല്ല വരിക, നോട്ട് പോയിൻ, അവർ $ആയിട്ടാണ് തരിക. അപ്പൊ $100 എങ്കിലും ആയാൽ മാത്രമേ അവർ നിങ്ങൾക്ക് പൈസ ഇട്ട് തരുള്ളൂ. അല്ലെങ്കിൽ ഒരു മാസം അത് $100 തികയുന്നില്ലെങ്കിൽ $99 പിന്നെ നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പിൻവലിക്കാൻ പറ്റില്ല. $100 എന്നാണോ വരുന്നത് അന്നേ കിട്ടുള്ളൂ. ഇപ്പൊ 85 രൂപയാണ് ഡോളറിനെങ്കിൽ 8500 രൂപ അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരും. പക്ഷേ 100 കംപ്ലീറ്റ് ആയിരിക്കണം. ഒന്ന്, ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്പ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ചുമ്മാ ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഏതെങ്കിലും പാട്ട് അവരുടെ ഡയലോഗ് ഒക്കെ എടുത്ത് കോപ്പിറൈറ്റ് ഉള്ള സാധനങ്ങൾ, ഇതിന് പറയാം കോപ്പിറൈറ്റ് ഉള്ള സാധനമാണ്, നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. ഞാൻ മുമ്പ് ഒരു കുട്ടി ചെയ്താണ്, അവൾ നന്നായിട്ട് നല്ലൊരു ഡാൻസ് പ്രോഗ്രാം ആ കുട്ടി ഒരു ഏജന്റ് ചെയ്ത് ആ കുട്ടി എന്ന് വെച്ചാൽ എടുത്തിട്ട് യൂട്യൂബിലിടുന്നു. പക്ഷെ ഭയങ്കര ഹിറ്റായി. ഈ കുട്ടിക്ക് $1 പോലും കിട്ടിയില്ല. കാരണം ഈ കുട്ടിയുടെ ഡാൻസ് ഫ്രഷ് ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് വേറെ ആൾ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ കുറച്ച് ഫേമസ് ആയ ഒരു സോങ് ആണ്. ഇതിനാണ് കുട്ടികൾ പലപ്പോഴും സോങ് ചെയ്യുന്നത്. ഇതിലൂടെ ആ കുട്ടിക്ക് പൈസ ഒന്നും കിട്ടിയില്ല. എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യാൻ, ഞാൻ പറഞ്ഞ് ആരാണ്ടത് അടിച്ചു മാറ്റുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരാണ്ട് അടിച്ചു മാറ്റിയതല്ല. അപ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് പൈസ കൊടുത്ത് അയാളെ കൊണ്ട് ലിറിക്സ് എഴുതിച്ച് അയാളെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ച് വേറെ ആളെ കൊണ്ട് പാടിയ പാട്ട് വേണം ഇവിടെ ഡാൻസ് ചെയ്യാൻ. അല്ല, പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിന് ഈ വ്യൂവേഴ്സ് വരില്ല. ഇത് ഈ വ്യൂവേഴ്സ് വരാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഒരു വശം ഇതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എത്രയോ ആളുകൾ 24 മണിക്കൂർ കൊണ്ട് സ്റ്റാർ ആയ കുറെ മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം. ഇപ്പം 2 ഡോക്ടർമാർ ഒരു ഇംഗ്ലീഷ് പാട്ടിനനുസരിച്ച് പാടി നന്നായിരുന്നു. പക്ഷേ പിന്നെ ഒരുപാട് വ്യൂസ് വന്നു. പക്ഷെ പിന്നീട് അവർക്ക് ഒരിക്കലും അതേപോലത്തെ ഹിറ്റ് കിട്ടുന്നില്ല. അതിനുശേഷം പിന്നെ അവർ പല പാട്ടും അപ്പ് ചെയ്യുന്നു. ഞാൻ അവരെ പറഞ്ഞതല്ല. അതേപോലെ ചിത്രേശി പാടിയായിരുന്നു, അല്ലെങ്കിൽ എൻ. ടി. സുകുമാർ പാടിയായിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ നടന്മാർ അവരുടെ സിനിമകളിലുള്ള പ്രബന്ധനം വീണ്ടും അങ്ങനെയുള്ള പല പാട്ടുകളും വളരെ ഭംഗിയായി പാടിയ കണ്ടക്ടർ, ഡ്രൈവർ, ലൈലി അവരൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അടുക്കളയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടുന്നു. ഇതെല്ലാം 24 മണിക്കൂർ കൊണ്ട് ഇവർ തരംഗമായതാണ്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അതായത് ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്. നിങ്ങൾ അതേസമയം സന്തോഷ് പണ്ഡിറ്റ് ഫസ്റ്റത്തെ സോങ് വന്ന് 24 മണിക്കൂർ കൊണ്ട് ഹിറ്റായി വ്യക്തിയാണ്. പക്ഷെ ഇത് 13 വർഷത്തിന് ശേഷം 14ാമത്തെ വർഷമാണ്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന അത്യാവശ്യം ആളുകൾക്ക് ഇന്നും എന്റെ സോങ്സ് ഹിറ്റാണ്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുടെ, അതായത് ഓൾറെഡി ഹിറ്റായ ഒരു ഇംഗ്ലീഷ് സോങ് അതെടുത്ത് നിങ്ങൾ നൃത്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ പാട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്.
ആ പാട്ട് നിങ്ങൾ ഭംഗിയായി ഡാൻസ് ചെയ്തു എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രമദവനം വീണ്ടും എന്നൊരു പാട്ടാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാണ്, ആ പാട്ട് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഇത് വേറൊരു വ്യക്തി ചെയ്യുന്നു, അപ്പൊ നമുക്ക് നന്നായിട്ട് തോന്നും, അല്ല ആ വ്യക്തി ഞാൻ ചെയ്താൽ. പിന്നെ രണ്ട്, നമുക്ക് തോന്നുന്ന ഒരു സെന്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്ത്രീ ഒരു അടുക്കളയിൽ ഒരു കുഞ്ഞു കുട്ടീനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ഇമോഷണലി കണക്റ്റഡ് ആവും. ഇതാണ് ഇവരുടെ ആദ്യത്തെ വീഡിയോ സൂപ്പർ ഹിറ്റ് ആവുന്നതിന്റെ കാരണം. അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ബസ് യാത്രക്കിടയിൽ പാടുന്നു, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഡയലോഗ്, മറ്റുള്ളവരുടെ പാട്ട്, ഇതെല്ലാം വെച്ച് ഹിറ്റ് ആവുന്ന ആളുകൾക്ക് അവർ പിന്നീട് സ്വന്തമായി അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പാടുമ്പോൾ നമ്മൾ അതിന്റെ 100 കുറവ് കണ്ടുപിടിക്കും. കാരണം അത് പ്രൊഫഷണൽ വർക്കായി. പ്രൊഫഷണൽ അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ പ്രൊഫഷണൽ ആയി ചെയ്യുന്നവരോട് നമ്മൾ കാണിക്കില്ല. വേറൊരു നടി കഷ്ടപ്പെട്ട് നല്ലൊരു ഡയലോഗ് ഏതെങ്കിലും സിനിമയിൽ ചെയ്തു വെച്ചത് ഒരു പുതിയ കുട്ടിയെ റീൽസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ഹിറ്റാവും. ഈ റീൽസ് ചെയ്ത കുട്ടി ഇനി സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിമിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്താൽ ഒരു പൂജയും കാണില്ല. കാരണം ആ പാട്ടോ ആ ഡയലോഗോ ജനങ്ങളുടെ മനസ്സിലില്ല. അപ്പൊ മറ്റുള്ളവരുടെ എന്തുകൊണ്ട് ആളുകൾ കോപ്പി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കൂടുതൽ കിട്ടുള്ളൂ. പക്ഷേ ഇത്തരം ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി സന്തോഷ് പണ്ഡിറ്റിന്റെ കേസ് എടുത്താൽ 24 മണിക്കൂറോടെ സന്തോഷ് പണ്ഡിറ്റ് ഹിറ്റായി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പാട്ട് സന്തോഷ് പണ്ഡിറ്റ് രണ്ടാമത് പാടിയിട്ടല്ല. ഇതേവരെ ഇല്ലാത്ത ഒരു ലിറിക്സ്, ഇതേവരെ ഇല്ലാത്ത ഒരു മ്യൂസിക്, ഇതേവരെ ഇല്ലാത്ത ഒരു ആലാപന ശൈലി, ഇതേവരെ ഇല്ലാത്ത ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഹിറ്റ് ആവുന്നത്. അങ്ങനെ ഫ്രഷായ ഒരു സാധനം ഹിറ്റാക്കാൻ പറ്റുന്നുവെങ്കിൽ ആ വ്യക്തി ഇവിടെ തന്നെ ഉണ്ടാവും. ആ വ്യക്തിക്ക് വേറൊരു സാധനവും ഹിറ്റാക്കാൻ പറ്റും. ഇതാണ് മനഃശാസ്ത്രം.